को बुला। बाबूजी बेटा അയ്യോ എന്റെ മോനിത് എന്തു പറ്റി? കിഷൻ സിംഗിനെ വണ്ടി ഇടിച്ചതാ? വണ്ടി ഇടിച്ചതല്ല, മല്ലു ഇടിച്ചത്. മനോഹരമായിട്ടുണ്ടല്ലോ. പാവം, ഇന്നത്തെ പണി കിട്ടിയത് ആ കിഷനാ. അവന്റെ ദേഹത്ത് പഞ്ചറൊട്ടിക്കാൻ പോലും ഒരു പിടി സ്ഥലമില്ല. മിക്കവാറും അവന്റെ ബാൽ ട്യൂബ് വരെ ഊരിയെടുത്തായിരിക്കും. കട പൂട്ടിയാലോ? പിരിഞ്ഞു പോകില്ലേ? കാല് പിരിയില്ലേന്ന്. അനേ ഇങ്ങോട്ട് വന്നോളൂ. മസിൽ പെരുക്കുന്ന പേടിയുണ്ടോ? ആ കാണുന്ന കാണ്ടാമൃഗാണ് നീ അന്വേഷിക്കുന്ന ഹരീന്ദർ സിംഗ്. പഠിക്കാൻ വിട്ടാ പഠിച്ചിട്ട് വരണം, അല്ലാതെ കുടുംബത്തിൽ പറഞ്ഞ പെൺകുട്ടികളെ പഠിപ്പിക്കാൻ നോക്കിയാണ്ടല്ലോ. ഇതുപോലെ കയറി നിരങ്ങും ആങ്ങളമാര്. നന്നാവാൻ വേണ്ടി ഞാനൊന്ന് ഉപദേശിച്ചു എന്ന് കരുതിയാ മതി. കേട്ടല്ലോ, ഇതാണ് മല്ലുവിന്റെ ഉപദേശം. നമ്മുടെ നാട്ടിൽ ഇതിനെ പഞ്ഞിക്കിടുക എന്ന് പറയും. തെണ്ടി അവിടെ നോക്കി നിൽപ്പുണ്ട്. അവന്റെ കടയിലേക്ക് നോക്കി വെല്ലുവിളിച്ചേക്ക്. ഇത്തിരി അഹങ്കാരം കൂടുതലാ. ആ തെണ്ടി എനിക്കിട്ട് പണിഞ്ഞോന്നൊരു സംശയം. പണിഞ്ഞതാ. ഇതെല്ലാവർക്കും ഒരു പാഠമായിരിക്കട്ടെ. ഇനി പഴയ ബന്ധവും പറഞ്ഞ ആരെങ്കിലും എന്റെ പെങ്ങന്മാരുടെ പിന്നാലെ വന്നാൽ നിന്നെ തന്നെ ഉദ്ദേശിച്ചത് ചവിട്ടി നടു ഓടിക്കും ഞാൻ. അളിയനായി പോയി. ഇല്ല മുട്ടുകാലി കയറ്റിയാണ് ഞാൻ. ഇപ്പൊ മനസ്സിലായില്ലേ നീ ഉദ്ദേശിക്കുന്ന ഹരിവനല്ലാന്ന്? മനസ്സിലായി. ഞാൻ അന്വേഷിക്കുന്ന ഹരി ഇത് തന്നെയാണ്. നീ ഇതെവിടേക്കാ? വെറുതെ അവന്റെ ചടുക്ക് പിടിക്കല്ലേ. എന്റെ അളിയനായതുകൊണ്ട് പൊക്കി പറയല്ല, മഹാതണ്ടിയാണവൻ. എനിക്ക് കണ്ടേ പറ്റൂ. അനി വേണ്ട, നിക്ക്. പോട്ടടാ, പോയി അന്തസ്സായിട്ട് മരിച്ചിട്ട് വരട്ടെ. ഹരി, हरी ने हरिंदर सिंह। ഞങ്ങൾ പഞ്ചാബികൾക്ക് സിംഗ് കൂട്ടി വിളിക്കുന്നത് അഭിമാനം. और तू मुझे बुला सकता है मल्लू सिंह. सत श्री अकाल। हरिंदर कहाँ है? इतना टाइम हो गया, ढाबा पे नहीं गया अभी तक? ഇന്ന് പിള്ളേരായിട്ട് പുറത്തു പോകാനിരിക്കുക, ഡ്രസ് എടുക്കാൻ. ഉത്സവമല്ലേ വരുന്നത്? അത് നന്നായി. പക്ഷെ അവനെ കണ്ണു കെട്ടി വിടണം. ഇല്ലെങ്കിൽ പിള്ളേരെ ആരെങ്കിലും നോക്കും, അവന്റെ സ്വഭാവവും മാറും. അവൻ കുട്ടികളെയും കൊണ്ട് പുറത്തിറങ്ങുമ്പോ ഉള്ളില് തീയാ. എന്റെ ഉശിര അവന് കിട്ടിയിരിക്കുന്നത്. സസ്രീകൽ ബാബുജി. സസ്രീകൽ ബേട്ട, നീ ഇന്ന് കടയിൽ പോകുന്നില്ലേ? പോണം. അതെങ്ങനെയാ?
ടൗണിൽ പോണെന്നും പറഞ്ഞ അവളമാരെ വളഞ്ഞിരിക്കല്ലേ. പിന്നെ പപ്പൻ ഉള്ളതുകൊണ്ട് പേടിക്കണ്ട, കടയിലെ കാര്യങ്ങൾ അവൻ നോക്കിക്കോളൂ. എനിക്കെന്തോ അവൻ അത്ര വിശ്വാസം പോരാ. ഒരു കള്ള ലക്ഷണമുണ്ട്. ബാബുജി പപ്പനെ വിശ്വസിക്കാം, നല്ലവനാ. ഇവരെയൊക്കെ സ്വന്തം പെങ്ങന്മാരെ പോലെ കരുതുന്നേ. ആ. ഇന്നലെ തന്നെ നീതുവിനൊരു പ്രശ്നം വന്നപ്പോ എന്തുമാത്രം ടെൻഷൻ അടിച്ചെന്നറിയോ? ശ്വേത, എന്ത് കോലം ഇത്? ഇത്തിരി വൃത്തിയുള്ള എന്തെങ്കിലും ഇട്ടൂടെ നിനക്ക്? ഇതിപ്പത്തെ ട്രെൻഡാ ഭയ്യ. ഒന്ന് തരിഞ്ഞ ഒരു ട്രെൻഡ്. അമ്മേ ഭയ്യ, സമയം പോണു. നന്നായിട്ടൊന്ന് ഡ്രസ്സ് സെലക്ട് ചെയ്യാനുള്ള സമയം കൂടി കിട്ടില്ല. ആ കേറിക്കോ. അമ്മ ഗുളി കഴിക്കണം, ഇന്നലത്തെ പോലെ മറക്കരുത് കേട്ടോ. ശരി മോനെ. ബാബുജി ആ, നീ കടയിൽ കയറില്ലേ? കേറിട്ടേ പോവുള്ളൂ. ഭയ്യ, പേടിക്കണ്ടടി, എല്ലാ കടയിലും കയറി നിറങ്ങാനുള്ള സമയമുണ്ട്. ചക്ക, നിന്നോട് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് പാലളക്കുമ്പോ ബീഡി വലിക്കരുത്. എന്നാ ബീഡി അളക്കുമ്പോ പാല് വലിക്കാം. തറുതല്ല പറയുന്നോടാ. ഈ അവന്റെ അനിയനാണ് നോക്കില്ല, ഒറ്റ ചവിട്ടിച്ചെറി ഞാൻ. എന്റെ അനിയനോ? പിന്നെ എന്റെ അനിയന ഹരിയന്വേഷിച്ച് വന്നല്ലേ, ഒന്നും തരണ്ട. ഈ കിട്ടിയതിനെ വെച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. അതെ, നമ്മൾ ഈ അമ്പലത്തിലൊക്കെ പോകുമ്പോ നമ്മുടെ ചെരുപ്പ് ആരെങ്കിലും എടുത്തിട്ടുണ്ട് പോയാൽ കിട്ടിയ ചെരുപ്പ് ഇട്ടുണ്ടെങ്കിൽ പോരില്ലേ? അങ്ങനെ കരുതിയാ മതി. അതെ. നല്ല അനിയനാ, നീ എടുത്തോ. എന്റെ ഹരി ദേ പോണു.